എല്ലാവരും വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. അത് സാധാരണ വോട്ട് ചെയ്തവർ മുതൽ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ ഘടകകക്ഷികൾ വരെ. ഓഡിയോയിൽ ചില പ്രശ്നങ്ങളുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ. അത് ശരിയാക്കിയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ടി കെ രാജഗോപാൽ, നോക്കൂ, ഇവിടെ ഇപ്പോ വലിയ കാത്തിരിപ്പ്, 10 ദിവസത്തെ കാത്തിരിപ്പാണ്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. വി ഡി സതീശന്റെ എറണാകുളത്തെ ഓഫീസിലേക്കും ഒപ്പം തന്നെ വീട്ടിലേക്കുമൊക്കെ പ്രവർത്തകരുടെ വലിയ തള്ളിക്കയറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്കും പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഘടകകക്ഷികൾ ഇന്ന് ഇനിയും വൈകിക്കൂടാ എന്ന വലിയ സന്ദേശം മുന്നോട്ട് വെച്ച ദിവസം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ തീരുമാനം വൈകുന്നത്? ഹൈക്കമാൻഡ് അവർക്കൊരു കൃത്യമായ തീരുമാനമുണ്ട്. പക്ഷേ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഒരു കൺസെൻസസിന് ശ്രമിക്കുന്നു എന്ന സൂചനകളാണ് വന്നിരുന്നത്. ഇനിയിപ്പോൾ അതും കഴിഞ്ഞ് ഈ തീരുമാനം നീണ്ടുപോകുമ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള പുനരാലോചനകൾ അതുണ്ടാകുന്നു എന്നതാണോ നമ്മൾ കാണേണ്ടത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വൈകൽ കാണുമ്പോൾ? എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും. ഫൈനൽ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. കേരളത്തിലെ UDF പ്രവർത്തകരുടെ ആ വികാരങ്ങളെ പറഞ്ഞിട്ടോ ഇനിയും അവർക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുകയില്ല. നമ്മളിപ്പോ ഇന്ദിരാഭവനിലേക്ക് നോക്കുക, തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലേക്ക് നോക്കുക, എന്തോ ഒരു വലിയ ജനക്കൂട്ടമാണ് അവിടെ വന്നിരിക്കുന്നത്. പ്രവർത്തകരുടെ ആവേശം കണ്ടില്ലേ? അവരുടെ നേതാവിനെ അറിയാൻ, ആരാണ് ഞങ്ങളെ അടുത്ത 5 വർഷത്തേക്ക് നയിക്കുന്നതെന്ന് അറിയുന്നതിനായിട്ട് വലിയ ജനക്കൂട്ടമാണ്. അതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, വി ഡി സതീശന്റെ പറവൂരിലെ വീട്ടിലേക്ക് പോയതോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് പോയതോ ഒരു പക്ഷെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കാം. അവരെ നമുക്ക് ഗ്രൂപ്പ് തിരിഞ്ഞ് വേണമെങ്കിൽ കാണാം. അപ്പോൾ ഡൽഹിയിൽ KC വേണുഗോപാൽ ഡൽഹിയിലായതുകൊണ്ട് പിന്നെ അത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇന്ദിരാഭവനിൽ കൂടി നിൽക്കുന്ന ആളുകൾ ആരാണ്? കേരളത്തിലെ യഥാർത്ഥ UDFന്റെ പ്രവർത്തകരാണ്. അവരിൽ പല അഭിപ്രായങ്ങളും ഉള്ള ആളുകളുണ്ടാകും. അവരെല്ലാവരും ആകാംക്ഷയോടെ ഇന്ന് ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി തന്നെ ഇന്ദിരാഭവൻ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടം ഇന്ദിരാഭവനിൽ കണ്ടിട്ടില്ല. അപ്പൊ അതിനെ മാനിക്കും, തീർച്ചയായിട്ടും അവരുടെ വികാരത്തെ മാനിച്ചു തന്നെ ഒരു തീരുമാനം ഉണ്ടാകും. അതുകൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റ് ചർച്ചയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്, ഒരു മുന്നണിയായിട്ട് മത്സരിച്ചതാണ്. എല്ലാ അഭിപ്രായങ്ങളും അറിയണം. നാളെ ഒരു പഴിദോഷം അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇപ്പൊ നേരത്തെ തന്നെ ചില സംസ്ഥാനങ്ങൾ, നിങ്ങളുടെ റിപ്പോർട്ടർമാർ പറഞ്ഞില്ലേ, പല സംസ്ഥാനങ്ങളുടെയും പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചല്ലോ. രാജസ്ഥാൻ അടക്കമുള്ള പല സംസ്ഥാനങ്ങളുടെയും പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സംസ്ഥാനങ്ങളെ, രാജസ്ഥാൻ മാത്രമല്ല ഞാൻ പറഞ്ഞു, ഒരുപാട് സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള വീഴ്ചകളിലേക്കൊന്നും പോകരുത്, ഇനിയും അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത്. പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയാണ്. 10 വർഷത്തിന് ശേഷം മഹാഭൂരിപക്ഷത്തോടെ, വെറും അധികാരമല്ലാതെ മഹാഭൂരിപക്ഷത്തോടെ ജനങ്ങൾ അത്ര ആവേശത്തോടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവരുടെ എല്ലാ പ്രതീക്ഷകൾക്കും അനുസരിച്ച് വേണം അടുത്ത 5 വർഷത്തെ ഭരണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും അഭിപ്രായം, സീനിയർ നേതാക്കൾ, അതുകൊണ്ടാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. MLA-മാരുടെ അഭിപ്രായങ്ങളെല്ലാം ആദ്യം തന്നെ ഇവിടെ വെച്ചെടുത്തു. അതേപോലെ തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു, മുതിർന്ന നേതാക്കന്മാരെ എല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. KPCC-യുടെ മുൻ പ്രസിഡന്റുമാരെ പോലും വിളിപ്പിച്ചു. അവസാനം അച്ചടക്ക സമിതിയുടെ ചെയർമാനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടാണ് അത് കേട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഘടകകക്ഷികളോട് ചോദിച്ചിരുന്നു. പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീരുമാനമല്ല ചോദിച്ചത്, അവരുടെ അഭിപ്രായം ചോദിച്ചത്. അത് ന്യായവുമാണ്. ഘടകകക്ഷികളുടെ പ്രധാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും അതേപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെയും RSPയുടെയും മറ്റു കക്ഷികളുടെ എല്ലാം ഒരു സമന്വയം ഉണ്ടാക്കുകയാണ്. ഒരു സമന്വയം ഉണ്ടാക്കിയ ശേഷം പ്രഖ്യാപനം നടത്തുക. അതാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിനൊരു ഡിലേ എന്ന് നമ്മൾ ഇതുവരെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇനി അത് തുടരാൻ പറ്റത്തില്ല. ഇനിയും തുടരാൻ പറ്റത്തില്ല. ഇന്ന് പ്രഖ്യാപിച്ചെങ്കിലേ പറ്റുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, ഭരണപരമായ പ്രശ്നങ്ങൾ ഒരുപാട് ബാക്കി നിൽക്കുകയാണ്. ഭരണഘടന തുടർച്ചയുടെ ഒരു കാവൽ മുഖ്യമന്ത്രി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അധികാരമൊക്കെ ഉപേക്ഷിച്ച ശേഷം അദ്ദേഹം പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഭരണത്തിൻ്റെതായ സെക്രട്ടറിമാരുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമാകുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ സംസ്ഥാനം ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നത് കൊണ്ട് കോൺഗ്രസിനെ നയിക്കുന്നത് ആരാണ്? ഇതിനകത്തിൽ കോൺഗ്രസിനെ നയിക്കേണ്ടത് ആരാണ്? ആ തീരുമാനം മാത്രം വന്നാൽ മതി. ശരി, അത് എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഉണ്ടാകും. ഇന്ന് തന്നെ ഉണ്ടാകും എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇന്ന് 7:30 പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ നൽകുന്ന സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.